അപ്പൊ നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കും രക്ഷപ്പെടണം. കാരണം ഇന്നലെ വന്ന കോമ്പറ്റീറ്റർ വരെ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ വെറും ഒരു 3 മാസം കൊണ്ടും 6 മാസം കൊണ്ടും നിങ്ങളെക്കാൾ മുകളിലേക്ക് നിങ്ങളിപ്പോൾ ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെക്കാൾ ഫാസ്റ്റ് ആയിട്ട് ഗ്രോത്തിലേക്ക് പോകുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാറാത്തത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത്രയും കാലം യൂസ് ചെയ്തിരുന്ന നിങ്ങളുടെ ഐഡിയ, നിങ്ങളുടെ സ്ട്രാറ്റജി തൽക്കാലം അത് എടുത്ത് എന്ത് ചെയ്യുക, പോക്കറ്റിലിടുക. ഓക്കെ, അത് പോക്കറ്റിലിട്ടിട്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ ഗ്രോത്തിലേക്ക് എത്താം, സെയിൽസ് എങ്ങനെ കൂട്ടാം. ആക്ച്വലി ഞാൻ എങ്ങനെയാണ് സെയിൽസ് കൂട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളിലൂടെ നിങ്ങൾക്കും ഞാനത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് തരാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്കും മാറാം. യെസ്. അപ്പോൾ എങ്ങനെ കസ്റ്റമർ അട്രാക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ ഒന്ന് ലോക്കാക്കുക, എവിടെയെങ്കിലും ഒന്ന് ലോക്കാക്കുക, കമ്മിറ്റ്മെന്റ് കൂട്ടുക. ഓക്കെ, അതല്ലാതെ നിങ്ങളിങ്ങനെ പട്ടം പോലെ പറന്ന് കളിച്ച് കഴിഞ്ഞാൽ എവിടെ എത്തത്തില്ല. അവിടെ ശ്രദ്ധിക്കും, ഇവിടെ പോവും, അവിടെ പോകും, എല്ലായിടത്തും പോയിട്ട് തലയിടും. അപ്പം ഞാൻ പറഞ്ഞതേ എവിടെയെങ്കിലും കറക്റ്റായിട്ട് ലോക്ക് ആവുക. ഓക്കെ, അപ്പം നിങ്ങളൊരു സീരിയസ് പേഴ്സൺ ആണ്, സീരിയസ് ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോക്ക് ആവണം. ലോക്ക് ആവുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടൊരു ഗൈഡൻസിലേക്ക് വരിക. ഓക്കെ, ഒരു കറക്റ്റായിട്ട് ഗൈഡൻസിലേക്ക് വരിക, ഒരു മെന്റർഷിപ്പിലേക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു വാല്യൂ, ഒരു മെന്ററിങ് ആൻഡ് കൺസൾട്ടിങ്ങിന്റെ വാല്യൂ തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ലോക്ക് ആവാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അവർ ഇപ്പോൾ ഏതിലാണോ നിൽക്കുന്നത് ആ കുഴിയിൽ തന്നെ ഇന്നും നിൽക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക. കാരണം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ആ ദൂരം, നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതിന് നിങ്ങൾക്കൊരു സപ്പോർട്ട് വേണം. എനിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് കാര്യങ്ങൾ പറഞ്ഞ് അതിനുള്ള സൊല്യൂഷൻ കിട്ടുന്ന രീതിയിലേക്ക് എനിക്ക് കറക്റ്റായിട്ട് ഒരു മെന്ററിങ് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോക്ക് ആവുക. ഓക്കെ, ദെൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾ എപ്പോൾ ഡെസിഷൻ എടുക്കുന്നു, നിങ്ങൾ സറണ്ടർ ആകുന്നു, ആ നിമിഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലൈഫിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും. സെയിൽസ്, മാർക്കറ്റിംഗ്, ഗ്രോത്ത്, ഇതൊക്കെ നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്കാൻ പറ്റും. യെസ്. അപ്പോൾ നിങ്ങൾക്കുള്ളിൽ കഴിവുണ്ട്, അതെവിടെയോ ഒന്ന് സ്റ്റെക്കായി കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെ തിരിച്ചറിഞ്ഞ് കറക്റ്റായിട്ട് മൂവ് ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനിൻ്റെ കറക്റ്റ് സാധ്യത യൂസ് ചെയ്തിട്ട് ഓൺലൈനിലൂടെ കസ്റ്റമറിനെ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ സെയിൽസ് നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഗ്രോത്ത്. ഓക്കെ, ഗ്രോത്ത് മോഡലിലേക്ക് മാറുക. അതല്ലാതെ നിങ്ങൾ ഇപ്പോഴും ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആലോചിക്കുക, എത്ര വർഷമായി ഇപ്പോഴും ഈ ഒരു സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്കൊരു കറക്റ്റ് ബാക്കപ്പ് സിസ്റ്റം ഇല്ല. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതില്ല. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു, എപ്പോഴും നിങ്ങൾ കസ്റ്റമറെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന മോഡിലേക്ക് നിങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം എവിടെയും സോൾവ് ആവാൻ പോകുന്നില്ല. ഞാൻ പറയുന്നു, നിങ്ങൾ എപ്പോഴും പുതിയതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നിങ്ങളുടെ എക്സ്പെൻസ് കൂടുന്നു, നിങ്ങളുടെ എഫേർട്ട് കൂടുതൽ എടുക്കുന്നു. കാരണം ഒരു പരിചയമുള്ള ഒരു കസ്റ്റമർ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സംസാരിച്ചാൽ മതി, അവിടെ വീണ്ടും നിങ്ങൾക്ക് സെയിൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ പിന്നെയും എന്ത് ചെയ്യുക, പുതിയ കസ്റ്റമർ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ പൈസ ഇടുക, ലീഡ് എടുക്കുക, കോൾ ചെയ്യുക, എന്നിട്ട് ബാക്കി കിട്ടാത്ത ലീഡിനും ഒഴിവാക്കുക. വീണ്ടും അതേ കിട്ടിയ ലീഡ്സിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ പിന്നെയും പൈസ ഇടുവാക്കുക. കാരണം ആ ആഡ് ഇടുമ്പോൾ കാണുന്നത് ഇവർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എത്ര തന്നെ ആഡിന് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു ട്രാപ്പാണ്, അത് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ സീറോ കോസ്റ്റ് മാർക്കറ്റിംഗിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു ബിഗ് ട്രാപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിറ്റ് അടിച്ചിട്ട് നല്ലൊരു പ്രോപ്പർ സിസ്റ്റം ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സെയിൽസ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ ഒരു ന്യൂ കസ്റ്റമറുടെ പിന്നാലെ മാത്രം പോകുന്നത് കുറച്ചിട്ട് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ഉണ്ട്, ഓൾറെഡി നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന, നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾ പറഞ്ഞാൽ വീണ്ടും റെഡിയായി വരുന്ന ഒരുപാട് കസ്റ്റമർ നിങ്ങളുടെ ലിസ്റ്റിലുണ്ട്. പലപ്പോഴും നിങ്ങൾ അവരെ കാണാതെ വീണ്ടും പുതിയ ആളുകളിലേക്ക് മാത്രം പോവുകയാണ്. അത് ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എക്സിസ്റ്റിംഗ് കസ്റ്റമറിനെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സെയിൽ കൊണ്ടുവരാം, അത് നിങ്ങൾ പഠിക്കണം, റീസെല് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ന്യൂ കസ്റ്റമറേയും കൂടി അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കിട്ടുന്ന മൊത്തം നിങ്ങൾ എന്ത് ചെയ്യും, മാർക്കറ്റിങ്ങിനും മറ്റ് എക്സ്പെൻസുമായിട്ട് നിങ്ങൾക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഒരു മെത്തേഡാണ്. ഓക്കെ, ഇത് വൺ മെത്തേഡ്. അതിൻ്റെ കൂടെ നിങ്ങൾ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, രണ്ടാമത് നിങ്ങളുടെ അടുത്തേക്ക് കസ്റ്റമർ, ഇപ്പം നിങ്ങളൊരു ഓണറാണ്, ബിസിനസ് ഓണറാണല്ലേ, നിങ്ങൾ കസ്റ്റമർ അടുത്തേക്ക് അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ദിവസം 1-2 മീറ്റിങ്ങുകൾ മാത്രമേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം നിങ്ങളുടെ വണ്ടി ഓടിച്ച് നിങ്ങളുടെ ടൈം കളഞ്ഞ് നിങ്ങൾ എഫേർട്ട് കൊടുത്തിട്ട് ചിലപ്പോൾ നിങ്ങൾ പോയി സംസാരിക്കുന്ന ഒരാളെ കാണാനായിരിക്കും. അയാൾ ചിലപ്പം അഡ്വാൻസും ചെയ്ത് ക്ലോസും ആയിട്ടുണ്ടാവില്ല. പിന്നെ ആ ദിവസം പോയി, പിന്നെ അടുത്ത ദിവസം, ഇങ്ങനെ 30 ദിവസം നിങ്ങൾ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ച ടാർഗറ്റിൽ ഇതുവരെ എത്താൻ പറ്റിയില്ല. കാരണം അതൊരു ബാക്കപ്പ് സിസ്റ്റം ഇല്ലാത്ത നിങ്ങളുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ഇതിന് നിങ്ങൾ 1 അല്ലെങ്കിൽ 2 3 എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് പറ്റുള്ളൂ. ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ച് 30 ദിവസം കൊണ്ട് 100 പേരെ നിങ്ങൾക്ക് പോയി സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം,
ഇവിടെ ഒരു 100 കൂട്ടം ആളുകളുണ്ടെന്ന് വിചാരിക്കാം. ഈ 100 പേര് നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് വന്നാലോ? അപ്പൊ ഇതാണ് അട്രാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കഴിവിനെ ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് അടുത്തേക്ക് വരുമ്പോഴാണ് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കൂടുതൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ അടങ്ങുന്ന ഒരു കേരളത്തിൽ ഇപ്പോൾ ഒരു 3.5 കോടി ആളുകളുണ്ട് വിചാരിക്കാം അല്ലെ. ആ ആളുകളിൽ ഇതിപ്പോൾ ജിയോ ആണെന്ന് വിചാരിക്കുക, എക്സാമ്പിൾ ജിയോ, അല്ലെങ്കിൽ ഏതെങ്കിലും ടാറ്റ കമ്പനി, ഏതെങ്കിലും ഒരു കമ്പനി വിചാരിക്കുക. ഇവരെന്ത് ചെയ്യും, പ്രൊഡക്റ്റ് ഉണ്ട്, ഇവർ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, അതിനെ പൊസിഷൻ ചെയ്ത് കറക്റ്റായിട്ട് അവിടെ അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. മെത്തേഡ് എല്ലാം സെയിം ആണ്, 2 രീതിയിലും ചെയ്യാം. ക്യാഷ് ഉള്ളവന് ഒരുപാട് ക്യാഷ് ഇറക്കിയിട്ട് ചെയ്യാം, ക്യാഷ് ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യണം, സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് തന്നെ. എന്ന് വെച്ചാൽ ക്യാഷ് ഇല്ലാത്തവർക്ക് മാത്രമല്ല ഈ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും, ക്യാഷ് ഉള്ളവനും ഇല്ലാത്തവനും പറ്റും. അപ്പോൾ ഇത് നിങ്ങളുടെ കമ്പനിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ കമ്പനീനെ ആളുകൾ അട്രാക്ട് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, 100 അല്ല 200 അല്ല 1000 അല്ല കോടി ലക്ഷക്കണക്കിന് ആൾ വന്നാലും ഇവർക്ക് കുഴപ്പമില്ല, അവരാരും അങ്ങോട്ട് തേടി പോകണ്ട അല്ലെ. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങോട്ട് മാത്രമാണ്, ഇങ്ങോട്ട് വരുന്ന ആളുകളുടെ എണ്ണം കുറവാണ് അല്ലെ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങോട്ട് കസ്റ്റമർ വരില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ ആലോചിച്ചു, നിങ്ങളുടെ സിറ്റിയിലെ തന്നെ നല്ല കുറച്ച് ഷോപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ അവർ കസ്റ്റമർ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ സ്റ്റാഫ് അങ്ങോട്ട് പോയിട്ട് ആരെയും പിടിച്ചിട്ട് ഇതാ നിങ്ങൾ മേടിക്കുന്നു പറയുന്നില്ല. കസ്റ്റമർ അവരുടെ ഷോപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അവിടെ നന്നായിട്ട് സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ, വാക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ അവർ കസ്റ്റമറെ അട്രാക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ അട്രാക്ട് ചെയ്യുന്ന സിസ്റ്റം ഏത് ബിസിനസ് ആണെങ്കിലും, ഇപ്പം നിങ്ങൾ ഇൻഷുറൻസ് ആയിക്കോട്ടെ, ബൊട്ടിക്ക് ആയിക്കോട്ടെ, നിങ്ങൾ ട്രെയിനിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓൺലൈൻ കോച്ചിങ് ആയിക്കോട്ടെ, യോഗ ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണെങ്കിലും, ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ, എനി ബിസിനസ്, ഹോട്ടൽ, എനി ബിസിനസ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ അട്രാക്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സിന് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മോഡിലേക്ക് നിങ്ങൾ മാറുക. ഹണ്ടിങ് പ്രോസസ്സ് ഇനിയും നിങ്ങൾ നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ ഐഡിയ നിങ്ങളുടെ പോക്കറ്റിൽ ഇട്ടിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ലോക്ക് ആവുക, കറക്റ്റ് ഒരു ഗൈഡൻസിലേക്ക് വരിക, കറക്റ്റ് അറിയാത്ത കാര്യങ്ങൾ പഠിക്കുക, അപ്ഡേറ്റ് ആവുക. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് വെച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് പൂട്ടിപ്പോകും, നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ കോമ്പറ്റീറ്റർ എടുത്ത് പോകും, ഇതൊക്കെ തന്നെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ മാറാൻ തയ്യാറല്ലെങ്കിൽ ഇനിയും നിങ്ങൾ താഴേക്ക് പോകും. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ. ഓക്കെ.